ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് അരുണിനെയാണ്. അങ്ങനെ അരുൺ ശ്രീകുട്ടിയെ കണ്ടു കഴിയുമ്പോൾ അശ്വതി പറയുകയാണ്, അരുൺ അമ്മ കണ്ടാൽ ആകെ പ്രശ്നമാകും, അതുകൊണ്ട് അരുൺ പൊയ്ക്കോ. ഇത് കേൾക്കുന്ന അരുൺ പറയുകയാണ്, ഇപ്പോൾ എൻ്റെ മോളെ കാണാൻ പാത്തും പതുങ്ങിയും വരേണ്ട അവസ്ഥയായല്ലേ. എന്താണെങ്കിലും ഇതിനൊക്കെ വേണ്ടത് ഉടനടി ഞാൻ ചെയ്യുന്നുണ്ട്. ഇത് കേൾക്കുന്ന ശ്രീകുട്ടി ചോദിക്കുകയാണ്, അപ്പോൾ അങ്കിള് എൻ്റെയും അമ്മയുടെയും കൂടെ താമസിക്കാൻ വരുമോ? നോക്കട്ടെ മോളെ, അങ്കിള് പറയാമെന്ന് പറഞ്ഞ് അരുൺ അവിടെ നിന്ന് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് ആനന്ദ നിലയമാണ്. ഐശ്വര്യയെ പറ്റി പറയുകയാണ് അഖിലും ശ്യാമയും. ഐശ്വര്യടത്തി അല്പം ഓവറാണെന്ന് അഖില് പറയുമ്പോൾ ശ്യാമ പറയുകയാണ്, ഈ സമയത്ത് ഇങ്ങനെയുള്ള നിർബന്ധങ്ങളൊക്കെ ഉണ്ടാകും. പിന്നെ മറ്റൊരു കാര്യം, സാറെന്താ കമ്പനിയുടെ ചുമതല ഏറ്റെടുക്കാതിരുന്നത്? എടോ, നമുക്കൊരിക്കൽ പറ്റിയത് ഇനിയും പറ്റരുതെന്ന് എനിക്ക് തോന്നി. പച്ചക്കറിക്കട നടത്തിയപ്പോൾ ഇതെല്ലാം ഞാൻ അന്നേ മനസ്സിൽ ഉറപ്പിച്ചതാണ്. നമുക്ക് നമ്മുടെ കമ്പനി തന്നെ മതി, അതാകുമ്പോൾ ആർക്കും നമ്മളെ അവിടുന്ന് ഇറക്കിവിടാൻ സാധിക്കില്ലല്ലോ. ഇത് കേൾക്കുന്ന ശ്യാമയും അതിനെ ശരിവെക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് ഐശ്വര്യയെയും അരുണിനെയുമാണ്. ഐശ്വര്യയ്ക്ക് വേണ്ടി മാങ്ങ മുറിച്ചു കൊടുക്കുകയാണ് അരുൺ. അതേസമയം അരുണിനെ ചിരിച്ചുകൊണ്ട് നോക്കുകയാണ് ഐശ്വര്യ. എനിക്കറിയാം അരുൺ എന്നെ പറ്റിച്ചിട്ട് അവിടുന്ന് ശ്രീകുട്ടിയുടെയും അശ്വതിയുടെയും അടുത്തേക്ക് പോയതാണെന്ന്. അതിനെ ഒത്താശ ചെയ്യാൻ അഖിലും ശ്യാമയും. ഇതിനെന്താണെങ്കിലും ഞാൻ പകരം വീട്ടിയിരിക്കും. പക്ഷെ അതെങ്ങനെയാണെന്ന് അരുൺ കണ്ടു തന്നെ മനസ്സിലാക്കാനും ഐശ്വര്യ മനസ്സിൽ പറയുന്നു. അതേസമയം മാങ്ങ മുറിച്ചുകൊണ്ട് അശ്വതിയുടെയും ശ്രീകുട്ടിയുടെയും കാര്യങ്ങൾ ഓർക്കുകയാണ് അരുൺ. എനിക്കറിയാം അരുൺ അവരെക്കുറിച്ചാകും ചിന്തിക്കുന്നത് എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് ദേഷ്യത്തോടെ അരുൺ എന്ന് ഉറക്കെ വിളിക്കുകയാണ് ഐശ്വര്യ. എത്ര നേരമായി ഞാനൊരു മാങ്ങ ചോദിച്ചിട്ട്? കൊതി തോന്നിയിട്ടല്ലേ ചോദിക്കുന്നത്? ഇപ്പോഴെങ്ങാനും എനിക്ക് മാങ്ങ തരുമോ എന്ന് ഐശ്വര്യ ചോദിക്കുമ്പോൾ അരുൺ മാങ്ങ മുറിച്ച് ഐശ്വര്യയ്ക്ക് നൽകുകയാണ്. ഇങ്ങനെ എല്ലാവരും സ്നേഹത്തോടെ തരണം. എന്നോടുള്ള നീരസം നമ്മുടെ കുഞ്ഞിനോട് എന്തിനാ കാണിക്കുന്നത്? അങ്ങനെ ചിരിച്ചുകൊണ്ട് ഐശ്വര്യയ്ക്ക് മാങ്ങ നൽകുകയാണ് അരുൺ. ഇത് കാണുന്ന ഐശ്വര്യ മനസ്സിൽ പറയുകയാണ്, ഇത് മാത്രമല്ല, ഈ ഗർഭിണി എന്നുള്ള സ്ഥാനം മുതലെടുത്തുകൊണ്ട് ഞാൻ എന്തൊക്കെയാ ചെയ്യാൻ പോകുന്നതെന്ന് അരുൺ കണ്ടറിഞ്ഞു. അങ്ങനെ മാങ്ങ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഐശ്വര്യയ്ക്ക് പെട്ടെന്ന് ഛർദ്ദിക്കാൻ വരികയാണ്. അങ്ങനെ ഐശ്വര്യ വാഷ്റൂമിലേക്ക് ഓടുമ്പോൾ അരുണും പിന്നാലെ ചെല്ലുന്നു. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ഐശ്വര്യയെ, ദോശയും മാങ്ങയും എല്ലാം കൂടി കഴിക്കണ്ടെന്ന്. നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാമെന്ന് അരുൺ പറയുമ്പോൾ ഐശ്വര്യ ദേഷ്യത്തോട് പറയുകയാണ്, അരുൺ ഒന്ന് തടവി തരുന്നുണ്ടോ? എന്ത് പറഞ്ഞാലും ഒരു ഹോസ്പിറ്റല് അത് മാത്രം അറിയാൻ പറയാൻ. അങ്ങനെ ഛർദ്ദിച്ച് ആകെ തളർന്നിരിക്കുകയാണ് ഐശ്വര്യ. പിന്നീട് കാണിക്കുന്നത് ആദിയെയാണ്. ആദിയേട്ടാ, എന്താ കിടക്കുന്നില്ലേ? എന്താ ഒരു ടെൻഷൻ പോലെയെന്ന് അമൃത ചോദിക്കുമ്പോൾ ആദി പറയുകയാണ്, നാളെ ഞാൻ ഏറ്റെടുക്കാൻ പോകുന്നത് വലിയൊരു പദവിയാണ്. ആദിയേട്ടൻ അത് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ടല്ലേ എല്ലാവരും ചേർന്ന് ആദിയേട്ടനെ കമ്പനി ചുമതല ഏൽപ്പിച്ചതെന്ന് അമൃതയും പറയുന്നു. അതാണ് എൻ്റെ ടെൻഷനുമെന്ന് ആദി പറയുമ്പോൾ അമൃത പറയുകയാണ്, ആദിയേട്ടൻ്റെ കയ്യിൽ കമ്പനി സുരക്ഷിതമായിരിക്കുമെന്ന് എല്ലാവർക്കും അറിയാം. വൈസ് ചെയർപേഴ്സൺ സ്ഥാനത്ത് എന്താണെങ്കിലും ഐശ്വര്യയില്ല, ശ്യാമയാണ്. അതുകൊണ്ട് ആദിയേട്ടൻ്റെ പകുതി ജോലി കുറഞ്ഞു കിട്ടും. പിന്നെ അഖിക്ക് കമ്പനി കാര്യത്തിൽ നല്ല എക്സ്പീരിയൻസ് ആയതുകൊണ്ട് അവനും ആദിയേട്ടനെ സഹായിക്കാൻ കൂടെ തന്നെ ഉണ്ടാകും. അതൊക്കെ എനിക്കറിയാം അമൃതേ, എന്നാലും വല്ലാത്തൊരു ടെൻഷൻ. അതൊന്നും സാരമില്ല ആദിയേട്ടാ, പ്രാർത്ഥിച്ചുകൊണ്ട് വന്ന് കിടക്കാൻ നോക്ക്. ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ എല്ലാം മാറും, വന്ന് റെസ്റ്റ് എടുക്കാൻ നോക്ക്. അത്രയും പറഞ്ഞുകൊണ്ട് ആദിയും അമൃതയും മുറിയിലേക്ക് പോകാൻ നേരം ആദിയേട്ടാ എന്ന് വിളിച്ചുകൊണ്ട് അഖിലും ശ്യാമയും അങ്ങോട്ടേക്ക് വരികയാണ്. എന്താടാ എന്ന് ആദ്യ ചോദിക്കുമ്പോൾ നാളെ നമ്മുടെ കമ്പനിയുടെ ചുമതല ഏറ്റെടുക്കാൻ പോവുകയല്ലേ, അതുകൊണ്ട് നേരിട്ട് കണ്ട് വിഷ് ചെയ്യാൻ വന്നതാണെന്ന് അഖിൽ പറയുന്നു. അതാ ഞങ്ങളിപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത്, MD സ്ഥാനം ഏറ്റെടുക്കുന്നതിൽ ആദിയേട്ടനെ നല്ല ടെൻഷൻ ഉണ്ടെന്ന് അമൃത പറയുന്നു. ആദിയേട്ടന് എന്ത് സഹായത്തിനും വെളിപ്പുറത്ത് ഞാനുണ്ടാകും ഏട്ടാ, എൻ്റെ ഫുൾ സപ്പോർട്ട് ആദിയേട്ടനൊപ്പമുണ്ട് എന്ന് ശ്യാമയും പറയുന്നു. ഇതൊക്കെ കേട്ടിട്ട് ആദിക്ക് സന്തോഷമാവുകയാണ്. നേരം പുലർച്ചെയാകുന്നു. പിന്നീട് കാണിക്കുന്നത് വർമ്മയുടെ ഓഫീസാണ്. വീണ്ടും ശ്യാമ മേഡം വൈസ് ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് വന്നല്ലോ, ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം സന്തോഷമായെന്ന് സ്റ്റാഫുകൾ പറയുന്നു. ഞങ്ങളുടെ പുതിയ MDക്ക് സ്വാഗതമെന്ന് പറഞ്ഞ് അഖിലിന് ബൊക്കെ കൊടുക്കുമ്പോൾ അഖിൽ പറയുകയാണ്, അയ്യോ ഞാനല്ല MD ആദിയേട്ടനാണ്. ആദിയേട്ടൻ്റെ കയ്യിൽ കമ്പനി സുരക്ഷിതമായിരിക്കുമെന്ന് അഖിൽ പറയുമ്പോൾ സന്തോഷത്തോടെ ആദിയെ സ്വീകരിക്കുകയാണ് സ്റ്റാഫുകൾ. എന്നാൽ ഇതെല്ലാം കണ്ട് ദേഷ്യത്തോടെ നിൽക്കുകയാണ് ഐശ്വര്യ. അങ്ങനെ ശ്യാമയെ ചെയർപേഴ്സന്റെ കസേരയിലേക്ക് ഇരുത്തുന്നത് വസുന്ധരയാണ്. മോൾക്ക് മോളുടെ കണ്ണന്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകുമെന്ന് വസുന്ധര പറയുമ്പോൾ ഇതെല്ലാം ദേഷ്യത്തോടെ നോക്കുകയാണ് ഐശ്വര്യ. പിന്നീട് കാണിക്കുന്നത് ആദിയുടെ ക്യാബിനാണ്. വർമ്മ പറയുകയാണ്, ആദി, വലിയൊരു ഉത്തരവാദിത്തമാണ് ഇപ്പോൾ നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ വർമ്മ ആദിയെ MDയുടെ കസേരയിലേക്ക് ഇരുത്തുമ്പോൾ ഐശ്വര്യ ആളായ അക്കൗണ്ടന്റിനോട് അങ്ങോട്ടേക്ക് മാറി വരാൻ പറയുകയാണ്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.